കേറി വാ, പൊങ്ങ്, ചാട് മേളിലോട്ട്, ചാടി നെഞ്ചി ചവിട്ട്, ഓടിപ്പിടി. അത് വർക്ക് ചെയ്യില്ല. നമുക്കന്ന് ഇനി പോയി കിടന്ന. നിനക്കൊന്നും ഉറക്കമില്ലേടേ? ഒരു കാര്യം ചെയ്, പെണ്ണുങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിൽ കിടക്കട്ടെ, നമുക്കിവിടെ സോഫയിലും തറയിലോട്ട് കിടക്കാം. ആ പരിപാടി നടക്കത്തില്ല. ഞങ്ങള് കാരണം നിങ്ങളുടെ സന്തോഷകരമായ അവസ്ഥയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. നിങ്ങളകത്ത് പോയി കിടക്ക്, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. ഞാനും പാറും ബെഡ്റൂമിൽ കിടക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരകത്ത് പോയി കിടന്നോളൂ. അത് നടക്കില്ല. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ചില രീതികൾ പൊളിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തോന്നടേ വെറുതെ ഫോർമാലിറ്റി ഒന്നും വേണ്ടെന്നാ ഞാനും പറയുന്നത്. കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ മാധവട്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് പുള്ളിയുടെ ഫ്ലാറ്റിൽ കിടക്കുന്നത്. ഒരു പെണ്ണിനെ കിട്ടിയപ്പോ ഒരു ജാട. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും സെൽവിയോട് കിടക്കുക, അല്ല ഇവിടെ നമ്മൾ രണ്ടുപേരും ഇവിടെ കിടക്കാം. ഇവര് രണ്ടുപേരും അവിടെ കിടക്കട്ടെ. അയ്യേടാ ചെല്ലിപ്പോ അല്ലേ ഞാൻ പൊട്ടി എന്നെ നോക്കി പേടിപ്പിക്കുന്നതിന് അവന്മാരല്ലേ പൊട്ടിയത്? മനുഷ്യൻ ഉറങ്ങണം. ഉറങ്ങണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ പ്രകോപനപരമായ രീതിയിൽ പെരുമാറിയാൽ എനിക്ക് ഉറക്കം വരാറില്ല. മുടി ചീകുന്നത് എങ്ങനെ പ്രകോപനപരമാകും? നീ കാലെടുത്ത് തലയുടെ മണ്ടയിൽ വെച്ചിട്ടാണോ സാധാരണ മുടി ചീവാറുള്ളത്? എന്റെ മുറി, എന്റെ കട്ടിൽ, എന്റെ തലമുടി, എന്റെ ചീപ്പ്. ഞാൻ വേണമെങ്കിൽ തലകുത്തി നിന്നും മുടി ചീകും. എന്താ? മനസ്സിനെ നിയന്ത്രിക്കണം, മരവിപ്പിക്കണം, ഡ്രൈ ആക്കണം. ശരീരത്തിന്റെ ആവശ്യങ്ങൾ ഒരിക്കലും മനസ്സിനെ ബാധിക്കാൻ പാടില്ല. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ ഒരു കൂട്ടമാണ്. ഉള്ളിൽ വൻകുടൽ, ചെറുകുടൽ, പിന്നെ അനേകം വൃത്തികെട്ട അവയവങ്ങളുമുണ്ട്. പിന്നെ ശരീരത്തിനുള്ളിൽ 206 അസ്ഥികളുമുണ്ട്. വൃത്തികെട്ട ഒരു സാധനമാണ് മനുഷ്യൻ, പ്രത്യേകിച്ചും സ്ത്രീ. സ്ത്രീയുടേതാണ് ഏറ്റവും വൃത്തികെട്ട ശരീരം. മോഹിക്കൽ, ഒരിക്കലും മോഹിക്കൽ. ഒരു കാര്യമില്ല. ആ ലൈറ്റ് എങ്കിലും ഓഫാക്കോ പ്ലീസ്. എന്നെ ഇങ്ങനെ നോക്കല്ലേ കർത്താവ്, എന്നെ എങ്ങനെയെങ്കിലും ഉറക്കി തരണേ.